ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൻ എളുപ്പ വഴികളില്ല, കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ. ചുളു വേലകൾ, അണ്ടർഗ്രൗണ്ട് പണികൾ, കുത്തിത്തിരിപ്പുകൾ ഇതൊന്നും ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കില്ല. സത്യസന്ധരായി ജീവിക്കുക, പറയാനുള്ളത് പറയുക, ഹൃദയത്തിലുള്ളത് തുറന്നു കാണിക്കുക, ചിരിക്കാൻ കിട്ടുന്ന അവസരം പൊട്ടിച്ചിരിക്കുക. അല്ല ഉമ്മണ മൂഞ്ചി എന്ന് പറയും തമിഴ്നാട്ടിൽ, ഇങ്ങനെ വെച്ചേക്കും, ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അങ്ങനെ ഇരിക്കാനുള്ളതല്ല. ആ തമിഴ്നാട്ടിൽ പറയും ഉമ്മണ മൂഞ്ചി എന്ന് പറഞ്ഞാൽ ചിരിക്കുകയില്ല, ആരെയും മുഖത്തൊന്നുമില്ല, അത് ഉമ്മണ മൂഞ്ചി. അതല്ല നമുക്ക് വേണ്ട, പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അമ്മമാരോട് പറയുന്നത് ഞാൻ, നിങ്ങൾ ഉറക്കെ ചിരിക്കുക, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം, കരയാൻ തോന്നിയാൽ കരയണം. കാപട്യങ്ങളും കള്ളത്തരങ്ങളും കൊണ്ട് നടക്കാത്ത നല്ല മനുഷ്യരായി ജീവിച്ചാൽ ജീവിതത്തിൽ എന്നും ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി ഉയരങ്ങളെത്തിക്കും. മസിൽ പിടിച്ചിരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്ന ഭാഗ്യമാണെന്ന് വിശ്വസിക്കണം. ഇനി കിട്ടാനുള്ളതും നമുക്ക് കിട്ടുന്ന ബോണസാണെന്ന് വിചാരിക്കണം. അങ്ങനെ ജീവിച്ചാൽ എന്നും സംതൃപ്തരായിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാം. ഇത്രയും നേരം ചിരിക്കായിരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പം ചിരിച്ചു തുടങ്ങി എന്നൊരു എനിക്ക് സന്തോഷമുണ്ട്. മക്കളെ പരമാവധി ചിരിച്ചോളണം. ടീച്ചർ ഇപ്പോൾ വഴക്ക് പറയില്ല. പണ്ടൊക്കെ എന്താ കൊച്ചെ ചിരിക്കുന്നത്, ഉണ്ടായിരുന്നു എന്ന് പറയും ടീച്ചർ. ഇപ്പോഴത്തെ ടീച്ചർമാരെ പറയത്തില്ല, ചിരിച്ചോ പിള്ളേർ ചിരിച്ചോട്ട് കുഴപ്പമില്ലാതെ ആയിരിക്കും. ഏതെങ്കിലും ടീച്ചർമാർ ചിരിച്ചതിന് വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി. ഉണ്ടോ? ആഹാ, അയ്യോ അത് ശരിയല്ല. ഏത് ടീച്ചറാ അത്? ടീച്ചറെ കുട്ടികൾ ചതിച്ചു. ഈ ടീച്ചർമാരും ചിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ടീച്ചർമാരും ചിരിക്കണം. വരുമ്പോഴേ വടിയൊക്കെ വടിയില്ലെങ്കിലും വടി പിടിച്ചതുപോലെ വരരുത് ടീച്ചറും ചിരിക്കണം. കുഞ്ഞു മക്കളെ നിങ്ങളെ നോക്കി ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചിരിക്കാൻ നിൽക്കുക ടീച്ചറുണ്ട്, ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ചോദിക്കണം. മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ എന്ന് പറയണം. ചിരിച്ചേ പറ്റൂ, ടീച്ചർ ചിരിച്ചേ പറ്റൂ. കാരണം മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കണം എന്ന്. ഞങ്ങൾ ചിരിക്കും, ടീച്ചറും ചിരിച്ചോണം. മനസ്സ് തുറന്ന് ചിരിക്കണം. അല്ലാതെ ഞാനൊരു ടീച്ചറല്ലയോ എന്ന് ചില ആൾക്കാരുണ്ട്. ഞാനൊരു വലിയ രാഷ്ട്രീയ നേതാവല്ലയോ, ശ്വാസം പിടിച്ചിരിക്കും, എന്തിനോ എന്തോ, ഞാൻ വലിയ ഉദ്യോഗസ്ഥല്ലേ വേറൊരു മസ്റ്റിൽ, അതിലൊന്നും കാര്യമില്ല. ഞാൻ ചിരിക്കും, ഞാൻ തമാശ പറയും. എവിടെയാണെന്നൊന്നുമില്ല, മന്ത്രിയാണെന്നില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും. എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനേ അറിയാം. എനിക്ക് ആൾക്ക് മറ്റേ പാര വയ്ക്കാനും ബൂമറാങ് വയ്ക്കാനും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ മക്കളുടെ ഞാൻ പറയാം, നിങ്ങൾ ചിരിച്ചോണം. ടീച്ചർമാർ ചിരിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് കടലാസ് ചെയ്ത് വെച്ചോ, ഞാൻ വരുമ്പോൾ തന്നാൽ മതി, നമുക്ക് നടപടി എടുത്തു വരാം. ചിരിക്കാത്തതല്ലേ? അല്ല ഈ പ്രദീപ് സാറൊക്കെ അല്ലേ ഭയങ്കര ചിരിയാട്ടോ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പോൾ ഇന്നലെ സ്കൂളിൽ 2 കോടിയുടെ കെട്ടണം, 3 കോടിയുടെ കെട്ടണമൊക്കെ നമ്മൾ വേറെ മന്ത്രിമാരെയൊക്കെ പോയി കണ്ട് ചിരിച്ച് വാങ്ങിക്കുന്ന, അല്ലാതെ പിണങ്ങി വാങ്ങി തന്നേ പറ്റൂന്നൊന്നും പറയല്ല. അവിടെ നയത്തി ചേട്ടാ എന്ന് പറഞ്ഞ് അടുത്ത് നിന്ന് ചിരിച്ച് വാങ്ങിക്കുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തൊക്കെ നമ്മൾ പോയി നിന്ന് വാങ്ങിക്കുന്നതേ, ചേട്ടാ ഒരു കെട്ടണം താഴട്ടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കിട്ടും. അല്ലാതെ തന്നില്ലെങ്കിൽ ഇപ്പം കൊല്ലും തന്നെ പോടാന്ന് പറയും. ഏത് മസിൽ പിടിക്കാൻ പറ്റില്ല. തന്നില്ലെങ്കിൽ കാണിച്ചു തരാം, എന്നാൽ പോയി കാണിക്കലാന്ന് പറയും. പക്ഷേ നയത്തിൽ ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പറയാം, ചിരിച്ചുകൊണ്ട് എല്ലാം നയത്തിൽ ചോദിക്കുക, എന്ത് കിട്ടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ മക്കൾ ഇത്രയും ചിരിച്ച് സന്തോഷമായിരിക്കുക. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സർവ്വപരീശ്വരൻ്റെ അനുഗ്രഹത്തോടെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.